ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് പണ്ട് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം പിന്തുണ നൽകിക്കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ആശയമാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി കാലാകാലമായിട്ട് അതിൻ്റെ വിഹിതം കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുന്ന ആ പദ്ധതി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പണി പൂർത്തിയായിരിക്കുകയാണ്. അതിന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയെന്ന് മാത്രമല്ല, ആ പദ്ധതിയുടെ ഉള്ളടക്കം തന്നെ തകർത്തിരിക്കുകയാണ്. പട്ടിണിയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആ ജനവിഭാഗങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള തൊഴിൽ ദിനങ്ങൾ ഫലപ്രദമായിട്ട് നൽകാൻ സാധിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അന്ന് ഇടതുപക്ഷം വിഭാവനം ചെയ്ത് UPA ഗവൺമെൻറ് നടപ്പിലാക്കിയത്. അതിപ്പോഴും ഗാന്ധിയുടെ പേരും മാറ്റി അതിൻ്റെ പുറമെ ഈ പരിപാടി തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ രാജ്യത്ത് ശക്തിയായ രീതിയിലുള്ള സമരവും പ്രക്ഷോഭവുമായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഓരോ തലങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ, നമ്മുടെ കടം വാങ്ങാനുള്ള ശേഷി ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനം, അതുപോലെ വിവിധ പ്രവർത്തനങ്ങളിൽ നമുക്ക് കേരളത്തിൽ നൽകേണ്ടുന്ന വിഹിതം തരാതിരിക്കുന്ന കുടിശ്ശികയാക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ 12-ാം തീയതിക്ക് ശേഷമുള്ള നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനത്തിലൂടെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഉന്നം കൂടി വെച്ചു കേരളത്തിലാകെ 3 ജാഥകൾ, വാഹന പ്രചരണ ജാഥകൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ആ ജാഥ പരിപാടി നടക്കുക. ഫെബ്രുവരി 1 ഫെബ്രുവരി 1 മുതലാണ്. 3 മേഖലയായിട്ട് LDFിൻ്റെ ജാതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അതിൻ്റെ ഭാഗമാണ്. മതനിരപേക്ഷത എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയമായ മുദ്രാവാക്യമാണ്. മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ, അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതിയെ തകർക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ അതിൽ വരും. ഇതിനിടയിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായി കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഈ വഞ്ചനാപരമായ സമീപനത്തെ എതിർത്തുകൊണ്ട് കേരളത്തിൽ എല്ലാവരുടെയും പിന്തുണയോടെ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരിപാടി NREG വർക്കേഴ്സ് യൂണിയൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് 5-ാം തീയതി, ഈ വരുന്ന 5-ാം തീയതി കേരളത്തിലെ 23,000 വാർഡുകളിൽ, 23,000 വാർഡാണ് കേരളത്തിലുള്ളത്, അവിടെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മേഖല. 23,000 വാർഡുകളിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി, അതിൻ്റെ പേരങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലി എന്ന നിലയിൽ 5-ാം തീയതി ആ പരിപാടി നടക്കാൻ പോകുക. ജനുവരി 5. അതിലും പിന്നീട് തീരുമാനിക്കും.